വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിതാ ഫസ്റ്റ് ഡേ ഓഫ് ആ ട്രിപ്പ് ആണ്. ഞങ്ങളിതാ പാരീസ് ഈഫൽ ടവർ അങ്ങനത്തെ കുറച്ച് സ്ഥലത്തേക്ക് ഇന്ന് പോവാണ്. അപ്പൊ എല്ലാരും റെഡിയായി, എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളിതാ ഹോട്ടലിന്റെ ഫ്രണ്ടിലുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ പാരീസ്. ഞങ്ങളെല്ലാം റെഡി ആയിട്ട് വണ്ടി വരുന്നതിന് മുമ്പ് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്ത് ഒന്ന് സെറ്റ് ആവാനുള്ള പരിപാടിയാണ്. എന്താ എല്ലാരും മറ്റേ ഫോർച്യൂണിന്റെ ബാഗൊക്കെ എടുത്ത് സെറ്റ് ആക്കി വെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇൻസ്ട്രക്ഷൻസ്. ചേട്ടനെയും ചേച്ചിനെയും വെൽക്കം ചെയ്യുകയാണ് എല്ലാരും. ഇന്നലെ ഇപ്പോഴാണല്ലോ ഇവരെല്ലാരും ചേട്ടനെയും ചേച്ചിനെയും കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു വെൽക്കമിങ്. ആലീസ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാൻ എല്ലാ സ്ഥലത്തും പോരാൻ പറ്റും. ലൈക്ക് ഒന്നും ബ്ലോക്ക് ആവില്ല. പാരീസിൽ മാത്രമേ ഉള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇറ്റലി. ഞങ്ങളിതാ അടുത്ത ലൊക്കേഷനിലേക്ക്, ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ലേറ്റാ. അപ്പൊ എല്ലാരും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കുകയാണ്. ഇതാ ടീമൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്നാ പറഞ്ഞത്. ഫോണും എല്ലാവരും തട്ടിപ്പുറച്ച് ഓടി പോകുന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാവരും നല്ല പേടിച്ച് ഞാനിതാ ഫോൺ നല്ല മുറുക്കി പിടിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ലൊക്കേഷനിൽ എത്തിയിട്ട് കാണാം. ദ അപ്സൈഡ് പിരമിഡ്. നമ്മളിതാ ലോവർ മ്യൂസിയത്തിലേക്കാണ് പോണത്. അപ്സൈഡ് പിരമിഡ് ഇങ്ങനെ കാണാം. ഇതാ നമ്മൾ ലോവർ മ്യൂസിയത്തിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ ലാസ്റ്റ് സപ്പറിൻ്റെ വലിയ പെയിൻറ്റിങ്. ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിലാണ് മൊണാലിസയുടെ ഉള്ളത്. ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. അതാ അവിടെയാണ് മൊണാലിസയുടെ പെയിൻറ്റിങ് ഉള്ളത്. അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഇതാ അങ്ങനെ നടന്ന് നടന്ന് ഫ്രണ്ടിലെത്തി. മൊണാലിസയുടെ പെയിൻറ്റിങ് ആണിത്. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണിത്. ഡാ വിഞ്ചിയുടെ. അത് കാണാനാണ് ഇവിടെ ഈ മ്യൂസിയത്തിൽ ഏറ്റവും തിരക്ക്. ഈ ഫോട്ടോ കാണാനാണ്. ലക്കിലി ഫ്രണ്ടിൽ തന്നെ നിന്ന് കാണാൻ പറ്റി. അപ്പോഴത്തേക്ക് ആളും വന്നു. ഓക്കെ, അങ്ങനെ നമ്മളിതാ ലോവർ മ്യൂസിയത്തിൽ നിന്ന് തിരിച്ചിനി ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ച് നേരെ ഈഫൽ ടവറിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഈ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, എല്ലാം കാണാൻ പറ്റി. ഫസ്റ്റത്തെ ലൊക്കേഷൻ നന്നായിട്ട് പോയി ആക്ച്വലി. അതാ ജസ്റ്റ് ലോവർ മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് വന്നതാ. നല്ല തണുപ്പ്. അകത്താണ് ചൂട്. ചൂട് എന്ന് പറഞ്ഞാൽ അകത്തേനെക്കാട്ട് പുറത്ത് നല്ല തണുപ്പുണ്ട്. ഞാൻ പുറത്ത് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട്. ഇതാ തൊട്ടടുത്തതാ ഈഫൽ ടവർ. ഈ മരം അതിനെ ഹൈഡ് ചെയ്തു. അത് ശരിക്കും രാത്രിയാണ് ഇതിൻ്റെ ലൈറ്റ്സ് ഓൺ ആക്കുന്നത്. അപ്പം ആ ഒരു ലൈറ്റിൽ കാണണം. ഞങ്ങൾ രാത്രി വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കാണുള്ളൂ. ഞങ്ങളിതിനിപ്പം ഇതിൻ്റെ 3rd ഫ്ലോർ വരെ കയറും. ഈഫൽ ടവറിൻ്റെ തൊട്ട താഴെ ഉണ്ട്. ഫോൺ വരെ പിടിക്കുമ്പോൾ പറന്നു പോകുന്ന പേര്. ഇത് ഉണ്ടാക്കിയ ആളാണ് ഈ ബ്ലാക്ക് കോട്ടിട്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള ആൾ. ഓ, സമ്മതിക്കണം. അടുത്ത ഞങ്ങളൊരു ക്രൂസ് റൈഡാണ് 1 hourലേക്കുള്ള. അതിലേക്ക് പോവുകയാണ്. ആ ക്രൂസിലേക്ക് കയറാം. ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, താഴെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. ഭയങ്കര തണുപ്പായതുകൊണ്ട് ചിലപ്പം ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ കുറച്ച് നേരം നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കട്ടെ എവിടെയാ കയറാൻ പറ്റുകയെന്ന്. അതാണ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയ. മുകളിൽ പോയി നോക്കാം. എന്തായാലും ജാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. മുകളിൽ കയറാം. മുകളിലാണൊരു വൈബ്. ഇതാ
മുകളിലും താഴെയും. പോയി നോക്കാം. ഞാൻ അപ്പുറത്തെ ഭാഗം കാണിച്ചു തരാം. നമ്മള് മുന്നിലേക്കാണ് പോണത്. മുന്നിലിരുന്നാൽ നല്ല വ്യൂ കിട്ടുമെന്ന് ഞങ്ങളെ ഗൈഡ് പറഞ്ഞു. അപ്പോൾ എത്രത്തോളം ഇരിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, തണുപ്പ് കാരണം. പക്ഷെ മാക്സിമം ഞങ്ങൾ ഇരിക്കും. അപ്പുറത്തൊക്കെ കാണിച്ചു. നമ്മൾ ഗൈഡിനെ കാണിച്ചു. ഇതാണ് സബ്ജാസ്. ഓക്കെ, ഇതാ ഈഫൽ ടവർ. ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഇപ്പം സമയം രാത്രി 8 മണി. പക്ഷേ എളുപ്പം ഇടിച്ചു പോയേനെ. 8 മണിയായി. പക്ഷെ നോക്ക്, ഒരു 5 മണീൻ്റെ ആ ഒരു സമയത്തിൻ്റെതാണ് ഇപ്പോൾ കാണുന്നത്. നമ്മളൊക്കെ 6 മണി ഒക്കെ ഇരുട്ടാവുന്ന സമയത്ത് ഇവിടെ ഇതാ 8 മണിക്കും ഭയങ്കര വെളിച്ചം. അപ്പം ഞങ്ങളിതാ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നിരിക്കാം. പിന്നെ ഡിന്നർ കഴിക്കട്ടെ. ഡിന്നർ കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. ഞങ്ങളിതാ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഈഫൽ ടവറിലേക്ക് പിന്നെയും വന്നു. ഇതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ലിങ്ക് ചെയ്തു. അടുത്ത 10 മണിയുടെ ഞങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തതായിരുന്നു ഇത്രയും നേരം. അങ്ങനെ ഈഫൽ ടവർ ബ്ലിങ്ക് ചെയ്യുന്ന ഇവിടെ ആക്ച്വലി ഉച്ച ആ സമയത്തിനെക്കാട്ടും ആൾക്കാർ ഈ സമയത്താണ് വരുന്നത്. അത്രയും രസമാണ് ഈ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ. ഫസ്റ്റ് ഡേ ഓഫ് പാരീസിലെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. നല്ല ടയേർഡാണ്. പക്ഷെ എന്നാലും ആ ഒരു ഈഫൽ ടവറും ലോവർ മ്യൂസിയവും എല്ലാം കണ്ടതിൻ്റെ ആ ഒരു ത്രില്ലിൽ ആ ഒരു ടയർഡ്നെസ് എല്ലാം നമ്മളിങ്ങനെ മറന്നു പോവാണ്. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ആ ഒരു തുടക്കം ഭയങ്കര നല്ലതായിരുന്നു എല്ലാവർക്കും. അപ്പം ഞങ്ങൾ നാളെ ഇനി പോണത് ബെൽജിയത്തിലോട്ടാണ്. അപ്പം ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പോയത് ലോവർ മ്യൂസിയത്തിലാണ്. അതും കഴിഞ്ഞ് ഈഫൽ ടവറിൽ പോയപ്പം ഞങ്ങൾക്ക് സാധാരണ ഇവിടെ 2nd to 3rd ഫ്ലോർ അതുവരെയാണ് കയറാൻ സമ്മതിക്കാറ്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ടോപ്പ് ഫ്ലോർ വരെ കയറാൻ പറ്റി. അത് ഭയങ്കര തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞങ്ങൾ 3rd ഫ്ലോർ വരെ പോകാമെന്നുള്ളൊരു മൈൻഡിലായിരുന്നു പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഏറ്റവും മേലത്തെ ഫ്ലോറിൽ പോകാമെന്നുള്ളൊരിത് വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മേലെ പോയി. അങ്ങനെ മേലത്തെ നല്ല കാറ്റും നല്ല തണുപ്പുമായിരുന്നു. പിന്നെ അതുമല്ല ഇന്നലെ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് മഴയും കിട്ടിയില്ല അന്ന്. അപ്പോൾ ഒക്കെ കൂടെ ഞങ്ങളുടെ നല്ലൊരു സമയമായിരുന്നു ഇന്ന്. അങ്ങനെ എല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം ഫസ്റ്റ് ഡേ ഓഫ് പാരീസ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് 2nd ഡേ ആണ്. ഇന്നലെ വന്നു കിടന്നുറങ്ങി. ഇനി നാളത്തെ ദിവസം ഇതിലും അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും നേരത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ വേണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.